നമസ്കാരം. കൗണ്ടർ പസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെതർലൻഡ്സ് ജപ്പാൻ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. അതെ, ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരുന്നു 2-2 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ച നെതർലൻഡ്സ് ജപ്പാൻ മത്സരം. എല്ലാ വേൾഡ് കപ്പിലെയും ഒരു ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് വരുന്ന ഒരു ടീമാണ് ജപ്പാൻ. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷകൾ തെറ്റിക്കാതെ ഈ തവണയും നല്ലൊരു ടീമിനാണ് നിരക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു മത്സരത്തിന്റെ അനാലിസിസിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ നെതർലൻഡ്സ് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് കൊടുത്തിരുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് ഫോറിലേക്ക് നെതർലൻഡ്സ് പോവാണ്. അത് പ്രോഗ്രസ് ചെയ്തിട്ട് മിഡ്ഫീൽഡ് തേർഡിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് ഫോറിലേക്ക് പോകുന്നു. ഫ്രാങ്കി ഡിയോങ് അതിന് തൊട്ട് മുന്നിലായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നു. അവിടെ നിന്നിട്ട് പാസസും ബോൾ സർക്കുലേഷൻസും ഫ്രാങ്കി കൺട്രോൾ ചെയ്യാണ്. ബാക്കിൽ നിന്ന് ഡച്ച് ബിൽഡ് ചെയ്യുമ്പോൾ ജപ്പാൻ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നില്ല. ടച്ചിങ്ങിനായാലും ഹൈ ആയിട്ട് പോയിരുന്നത് ട്രിഗേഴ്സ് വരുമ്പോൾ മാത്രമായിരുന്നു. ഇതിന്റെ മെയിൻ കാരണം ഫ്രാങ്കി ഡിയോങ്ങിനെ റിസീവ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാരണമായിരുന്നു. അതിനാൽ തന്നെ ഫ്രാങ്കിനെ പ്രസ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ലൈനിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്ലെയറിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഒരു 4-1-2-3 എന്ന ഷേപ്പിലേക്കാണ് അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ നെതർലൻഡ്സ് അണിനിരുന്നിരുന്നത്. ഇതിൽ ബാക്ക് ഫോറിനെ ഞാൻ മെൻഷൻ ചെയ്തു, അതിന് കഴിഞ്ഞിട്ട് ഫ്രാങ്കിനെ ഞാൻ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന പ്ലേയേഴ്സ് ആണ് റെയിൻഡേഴ്സും ഗ്രാവംബക്കും. ഇവർ രണ്ടുപേരും നെതർലൻഡ്സിന് ഇന്നലെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ഒരു 5-3-2 എന്നുള്ള ഷേപ്പിൽ ജപ്പാൻ ഇരിക്കുമ്പോൾ ആ ഒരു ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് മൂവ്മെന്റ്സ് നടത്തിയിട്ട് അവിടെ സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനും ഇവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഗ്രാവംബർക്ക് ഇന്നലെ ആ ഒരു പ്രകടനം ആ ഒരു ലെവലിനനുസരിച്ച് കാഴ്ചവെക്കുകയും ചെയ്തു. കാരണം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ടാക്ടിക്കൽ സൈഡ് വിസിബിൾ ആയിരുന്നു. ഡേവിഡ് മാലൻ ആ ചാൻസ് ഒക്കെ വരുന്നത് അവിടെ രണ്ട് മിഡ്ഫീൽഡേഴ്സ് നടത്തുന്ന മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ്. അവിടെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ക്രിയേറ്റ് ആവുന്നു. എന്നിട്ടാണ് അവിടെ ഫിസിക്കാലിറ്റിയും ടെക്നിക്കാലിറ്റിയും വെച്ചിട്ട് ടേൺ ചെയ്തിട്ട് ഒരു ഷോട്ട് തീർക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ചെയ്തിരുന്നത് ജപ്പാന്റെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. വേണ്ടി വന്നാൽ വൈഡർ ചാനൽസിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് കമ്പൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്തിട്ട് ഇൻസൈഡ് ചാനൽസിലേക്ക് പോകാനായിട്ടും ഇവർക്ക് യാതൊരുവിധ മടിയുണ്ടായിരുന്നില്ല. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ജപ്പാനിലൊരു ബാക്ക് ഫൈവിലേക്ക് വരുമ്പോൾ വിങ് ബാക്സ് ഈ പറയുന്ന വിങ്ങറിലേക്ക് അട്രാക്റ്റഡ് ആവുകയും അതിന് പുറമേക്ക് ഒരു സെന്റർ ബാക്ക് കവർ ചെയ്യാൻ വരുമ്പോൾ ആ ഒരു സെന്റർ ബാക്കിനെ കൂടി ഓക്യുപ്പൈ ചെയ്യാനായിട്ട് ഈ മിഡ്ഫീൽഡർക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് സ്പേസസ് ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യും. പ്രത്യേകിച്ച് ആ ഉള്ളിൽ നിന്നുള്ള സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ നിന്നിട്ടുള്ള ഒരു പ്ലെയർ കൂടി ഈ ഒരു വൈഡർ ചാനലിലേക്ക് പ്രസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏതൊരു ഡെലിവറിയും ഇൻസൈഡ് ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോമ്പിനേഷൻസും സ്പേസും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഇതിനെല്ലാം പുറമെ ഫ്രാങ്കി ഡിയോങ്ങിന് അവിടെ നിന്നിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പാസസ് കൊടുക്കാനും പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ത്രെറ്റ് കൊടുക്കാൻ നെതർലൻഡ്സിന് സാധിച്ചു. ജപ്പാൻ ആകട്ടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ഒരിക്കലും ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇതിനായിട്ട് അവരെന്താ ചെയ്തിരുന്നുള്ളൂ? ഫ്രണ്ട് ലൈനിൽ വരുന്ന രണ്ട് പ്ലേയേഴ്സിൽ ഒരാൾ ഈ വൈഡർ ചാനലിലേക്ക് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതിന് ഗുണവും ദോഷവും ഉണ്ടായിരുന്നു. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്ലേയേഴ്സ് കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് ആ ഒരു സോണിൽ തന്നെ ഉണ്ടാവും. പ്ലസ് ഈ പറയുന്ന സെൻട്രൽ ചാനൽസ് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ ഡൗൺ സൈഡ് എന്താ? ഫ്രണ്ട് ലൈനിലുള്ള പ്ലേയേഴ്സിന് ടൈമിന് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന വിങ്ങർക്ക് ഒരുപാട് സ്പേസ് ആൻഡ് ടൈം കിട്ടും. ആ ഒരു ടൈമിൽ സമർവില്ല് റൈറ്റ് വിങ്ങർ ആയിട്ടുള്ള നെതർലൻഡ്സിന്റെ സമർവില്ല് 1v1 ഡ്രിബ്ലിംഗിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഒരു ഫുൾ ബാക്കിനെ അല്ലെങ്കിൽ വിൻ ബാക്കിനെ 1v1 സിറ്റുവേഷനിൽ കിട്ടുക എന്നുള്ളത്. അങ്ങനെ കിട്ടുമ്പോൾ ടേക്ക് ഓൺസ് ചെയ്തിട്ട് ക്രോസസ് കൊടുക്കാനും അവിടെ നിന്ന് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ സമവില്ലിന് സാധിച്ചിരുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് ക്രോസസും ലോങ് ബോൾസും മത്സരത്തിന്റെ ഉടനീളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറയാനുള്ള കാരണം ഒരു ഗോൾ വന്നതും ആ വഴി കൊണ്ട് തന്നെയാണ്. അതുകൂടി മാത്രമല്ല, ഈ ഗോൾ കിക്സിൽ വരുമ്പോൾ നെതർലൻഡ്സ് ലെഫ്റ്റ് ഹാഫ് സ്പേസസും ലെഫ്റ്റ് വൈഡ് ചാനൽസും ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. കോഡി ഗാക്പോ ഹൈറ്റുള്ള പ്ലെയർ ആയതിനാലും ജപ്പാൻ്റെ പ്രൊഫൈൽസ് അറിയാം, പൊതുവെ ഹൈറ്റ് കുറഞ്ഞ പ്ലെയേഴ്സാണ്. സോ ഈ ഒരു മിസ് മാച്ചിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നെതർലൻഡ്സ് പരമാവധി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെറ്റ് പീസസിൽ അവർക്കൊരു ഗോൾ നേടാനും സാധിച്ചു വെർജിൽ വാൻ ഡൈക്കിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. അതുക്കപ്പുറം അതേ ഒരു ചാനലിൽ തന്നെ മിക്കി വാൻഡവൻ്റെ പേസ് യൂസ് ചെയ്യാനായിട്ടും നെതർലൻഡ്സ് ശ്രമിച്ചിരുന്നു. കാരണം വാൻഡവൻ ഡീപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ലോങ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേസ് ഉപയോഗിച്ചിട്ട് ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്താനും ശ്രമിച്ചിരുന്നു. ഒരു ഫ്ലിക്ക് ഓൺ വരുവാണെങ്കിൽ ഗെയിമിൽ ആക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അല്ല, സംഭവിച്ചില്ല. പക്ഷേ ഇനി വരുന്ന മത്സരങ്ങളിൽ ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു പാറ്റേണോ അല്ലെങ്കിൽ സീക്വൻസോ ആയിരിക്കാം അത്. ജപ്പാനെ സംബന്ധിച്ചിട്ട് പൊസഷനിൽ ഫ്ലൂയിഡിറ്റി വേണ്ടത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഫിസിക്കാലിറ്റി വെച്ചിട്ട് നെതർലാൻഡ്സിനെ കമ്പീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ ടെക്നിക്കാലിറ്റിയും ഫ്ലൂയിഡിറ്റിയും വെച്ചുകൊണ്ടായിരിക്കണം ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളത് ജപ്പാന്റെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നു. ഒരു 5-4-1 ഇരിക്കുന്ന നെതർലൻഡ്സിനെതിരെ ഒരു 3-2-5 എന്നുള്ള ഷേപ്പിലേക്കാണ് അറ്റാക്കിംഗ് തേർഡിൽ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് തേർഡിലേക്ക് ജപ്പാൻ പോയിരുന്നത്. ആ ഒരു 3-2-5-ലെ 2, അതായത് സെക്കൻഡ് ലൈൻ ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള ഒരു 2 ആയിരുന്നു മിഡ്ഫീൽഡായിരുന്നു അവർ കൊടുത്തിരുന്നത് ആദ്യത്തെ സ്റ്റേജുകളിൽ. ഇത് ഡിഫെൻസീവ്ലി സെക്യൂരിറ്റി ജപ്പാന് കൊടുത്തിരുന്നെങ്കിലും
ഇൻ പൊസിഷനിൽ കാര്യമായിട്ടുള്ള ബ്രേക്ക് ത്രൂകളൊന്നും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസോ അല്ലെങ്കിൽ ത്രൂ ദ മിഡിലോ ജപ്പാന് പറ്റിയിരുന്നില്ല. ഇതിനാൽ തന്നെ റൗണ്ട് ദ ബ്ലോക്ക് പോകാനായിരുന്നു ജപ്പാൻ്റെ ആശ്രയം. ഇതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഫ്ലൂയിഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസൈഡ് ഫോർവേഡ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലേയേഴ്സ് പുറത്തെ ചാനൽസിൽ വന്നിട്ട് റിസീവ് ചെയ്യുകയും അവിടെ നിന്ന് ക്രോസസ് കൊടുക്കുകയും ബോക്സിൽ ഒരു മാൻ ടു മാൻ സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ജപ്പാന് സാധിച്ചു. പക്ഷേ ഈ ക്രോസസിനൊക്കെ ഗ്രൗണ്ട് ക്രോസസ് ആയാലും ഏരിയൽ ക്രോസസ് ആയാലും എല്ലാം നെതർലൻഡ്സിന് നല്ല രീതിക്ക് ഡീൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വൈഡ് ചാനൽസിൽ അവർ ഓവർലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിരുന്നു. അതുവഴി അവർക്ക് ചാൻസസും ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിരുന്നു. അതൊന്നും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ ജപ്പാന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം റൗണ്ട് ദ ബ്ലോക്ക് ആണ്. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ജപ്പാൻ കറക്റ്റായിട്ട് സോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ 0-0 എന്നുള്ള സ്കോർ ലൈനിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കണം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളും കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവാണ്. ഇപ്പം നെതർലൻഡ്സിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു ബാക്ക് ഒരു ഫ്ലാറ്റ് 4 ആയിരുന്നു ഉള്ളത്. പക്ഷേ ഡംഫ്രീസിനെ കുറച്ചും കൂടി അവർ ഫോർവേഡ് പുഷ് ചെയ്യാനായിട്ട് ഉള്ള ധൈര്യം പിന്നീട് സെക്കൻഡ് ഹാഫിൽ കാണിച്ചു. ട്രിബിൾസ് കൂടുതൽ എടുക്കുന്നതായിരുന്നു. 1v1 കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് ടീമുകളും സെക്കൻഡ് ഹാഫിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ ആഡ് ഓൺസ് വന്നിട്ടുള്ള കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളായിരുന്നു നെതർലൻഡ്സിൻ്റെ സെക്കൻഡ് ഗോൾ എന്നുള്ളത്. ഈ ഗ്രാവൻബർഗ് ഈ റൈറ്റ് ഹാഫ് സ്പേസസിൽ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും അവിടെ നിന്നിട്ട് ഡംഫ്രീസ് ഓവർലാപ്പ് വരുന്നതും സമോവേലിൻ്റെ ഡ്രിബ്ലിംഗ് സ്കില്ലും എല്ലാം കൂടി വരുന്നതായിരുന്നു ആ സെക്കൻഡ് ഗോൾ എന്നുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് നെതർലൻഡ്സ് ശ്രമിച്ചുകൊണ്ടിരുന്ന പാറ്റേൺ ഓഫ് പ്ലേ ബ്രേക്ക് ത്രൂ വന്നിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ ഗോൾ എന്നുള്ളത്. ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജപ്പാൻ്റെ വേറൊരു ടാക്ടിക്കൽ ആസ്പെക്ട്. ഇതിനായിട്ട് തന്നെ നെതർലൻഡ്സ് ഒരു 5-4-1 ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ഒരു 5-4-1 പൊളിക്കാനായിട്ട് ഈ പറയുന്ന വിങ് ബാക്സിനെ പുറത്തേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ബാക്ക് ലൈനെ സ്ട്രെച്ച് ചെയ്യേണ്ടത് ആവശ്യം ജപ്പാനുണ്ട്. ഈ പറയുന്ന ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തേണ്ട ഒരു ഗുണമായിട്ടാണ് ജപ്പാൻ്റെ സെക്കൻഡ് ഗോൾ, അതായത് ഈക്വലൈസർ സംഭവിക്കുന്നത്. അതൊരു കോർണറിൽ നിന്നാണ് അറിയാം. ആ കോർണർ വരുന്നത് ഈ പറയുന്ന ബാക്ക് ലൈൻ സ്ട്രെച്ച്ഡ് ആയിട്ട് ആ ഒരു ബാക്ക് ലൈൻ്റെ ഇടയിലൂടെ വരുന്ന ത്രൂ പാസിന് ഈ ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തിയിട്ട് വരുന്നൊരു കോർണറാണ് ജപ്പാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് ആ ഒരു വിങ് ബാക്കിൻ്റെ മിസ്റ്റേക്ക് കൂടിയായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒരിക്കലും ആ വിങ് ബാക്ക് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്വന്തം യൂണിറ്റിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇൻ ബിഹൈൻഡ് റൺസ് എക്സ്പ്ലോയിറ്റഡ് ആവും. പിന്നീട് അവിടെ നിന്ന് ഒരു കോർണറിൽ കൺവേർട്ട് ആവുന്നു. ആ കോർണർ എടുത്തിട്ടാണ് ഈക്വലൈസർ ജപ്പാൻ കൊടുക്കുന്നത്. അത്രയും ഹൈറ്റുള്ള പ്ലേയേഴ്സിൻ്റെ പ്രൊഫൈലിനിടയിൽ ജപ്പാൻ അങ്ങനെ ഒരു സെറ്റ് പീസിലൂടെ ഈക്വലൈസർ കൊടുക്കുന്നത് ആ ഒരു സ്റ്റോറിക്ക് അത്രയും അധികം ബ്യൂട്ടിഫുൾ ആക്കുകയും ചെയ്തു. ജപ്പാൻ്റെ രണ്ട് ഗോളിലും ഇൻ ബിഹൈൻഡ് റൺസിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോളിൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ജപ്പാൻ അവരുടേതായ ചേഞ്ചസ് വരുത്തിയിരുന്നു. നേരത്തെ ഞാൻ പാരലായിട്ട് വന്നിരുന്ന മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റാഗേർഡ് ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആവാൻ തുടങ്ങി. ഇത് ജപ്പാൻ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഒരു എക്സ്ട്രാ പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്ലെയർ പ്രൊഫൈൽ അവിടെ കിട്ടാനായിട്ട് സഹായിച്ചു. ഇത്ര നേരം റൗണ്ട് ദ ബ്ലോക്ക് മാത്രം പോയിരുന്ന ജപ്പാൻ ഈ കൂബോ ഇറങ്ങി വന്നിട്ട് അവിടെ റിസീവ് ചെയ്തിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടാണ് ആ ഒരു ആ ഗോളിന് വരുന്ന സീക്വൻസിന് മുന്നുള്ള പ്ലേ പ്രോഗ്രസ് ആവുന്നത്. പിന്നെ എനിക്ക് തോന്നി 2 സ്കോർ ലൈനിൽ ലീഡ് വന്നപ്പോൾ നെതർലൻഡ്സ് കുറച്ച് ഫുട്ട് ഗ്യാസിൽ നിന്ന് എടുത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിം 2-1 എന്നുള്ള രീതിക്ക് ഫിനിഷ് ചെയ്തിട്ട് 3 പോയിൻറ്റ്സ് സെക്യൂർ എന്നുള്ളൊരു വിചാരം വന്ന പോലെ തോന്നി. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള രീതിക്ക് നെതർലൻഡ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ജപ്പാൻ്റെ ഈക്വലൈസർ ആ ഒരു രീതിക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണമെന്ന് പറയാം. കാരണം സെറ്റ് പീസസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീം കൂടിയാണ് നെതർലൻഡ്സിൽ. അവരെ 2-2 എന്നുള്ള സ്കോർ ലൈനിൽ തളച്ചിടുന്നത് ഈ പറഞ്ഞ ജപ്പാൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാം. ഇനിയും ഇതേപോലത്തെ ഒരുപാട് നല്ല റിസൾട്ടുകൾ ജപ്പാന് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നെതർലൻഡ്സ് ഒട്ടും മോശമല്ല. വരുന്ന ഗെയിമിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നെതർലൻഡ്സിനുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള 11 മിഡ്ഫീൽഡ് അവരെ സ്ട്രോങ് ആണ്. ഇനിയും ഒരുപാട് പ്ലേയേഴ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച നെതർലൻഡ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ ഇതായിരുന്നു മാച്ചിൻ്റെ ടാക്ടിക്കൽ വിശേഷങ്ങൾ. ഇനി മറ്റൊരു മാച്ചുമായിട്ട് നമുക്ക് വരാം. വേൾഡ് കപ്പ് സീരീസാണ്. തരുന്ന എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ടേക്ക് കെയർ. ബൈ.